നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അറസ്റ്റ് BAMS വിദ്യാർത്ഥി ശുഭം ഖൈർനാറാണ് പിടിയിലായത്. ടെലിഗ്രാം വഴി 10 ലക്ഷം രൂപയ്ക്കാണ് ചോദ്യപേപ്പർ വാങ്ങിയത്. വിവരങ്ങളുമായി സിയ സൂസൻ ചാം ചേരുന്നുണ്ട്. സിയ, എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തിച്ചേർന്നത്? വിവരങ്ങൾ എന്തൊക്കെ? ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. ഒരു BMS വിദ്യാർത്ഥിനി, 30 വയസ്സുള്ള ഒരു BMS വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ നാസിക് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രശ്നം ഉണ്ടായ ശേഷം ഇദ്ദേഹം ഒളിവിലായിരുന്നു. പോലീസിന് പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി വേഷം മാറുകയും എല്ലാം ചെയ്തെങ്കിലും ഈ പറയുന്ന വിദ്യാർത്ഥിയുടെ മൊബൈൽ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു വിദ്യാർത്ഥിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നാസിക് പോലീസ്. ഇപ്പോൾ നിലവിൽ രാജസ്ഥാൻ പോലീസിന്റെ രഹസ്യ വിവരത്തെ തുടർന്നാണ് നാസിക് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ നാസിക് പോലീസ് രാജസ്ഥാൻ പോലീസിന്റെ കയ്യിലേക്ക് ഈ പ്രതിനെ കൈമാറിയിരിക്കുകയാണ്. പ്രതി ടെലഗ്രാം വഴിയാണ് ഇങ്ങനൊരു കച്ചവടം നടത്തിയിരിക്കുന്നത്. ടെലഗ്രാമിൽ ചോദ്യപേപ്പർ 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങി മറ്റ് വിദ്യാർത്ഥികൾക്ക് 15 ലക്ഷം രൂപയ്ക്കാണ് കൊടുത്തതെന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ നമുക്ക് കിട്ടുന്ന വിവരം എന്ന് പറയുന്നത്. 15 ലക്ഷം രൂപയ്ക്ക് മറ്റ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ചോദ്യപേപ്പർ, ഈ ഒരു ബുക്ക്ലെറ്റ് കൊടുക്കുകയും പിന്നീട് ഇതിന്റെ പതിപ്പാണ് പല വിദ്യാർത്ഥികളിലേക്ക് എത്തിയതെന്നുമാണ് നിലവിലുള്ള വിവരം എന്ന് പറയുന്നത്. ഈ നീറ്റ് പരീക്ഷ നടന്ന് തൊട്ട് ദിവസങ്ങൾ അകമാണ് മനസ്സിലായത് ഇങ്ങനെ ഒരു ക്രമക്കേട് ഇത് നടന്നിട്ടുണ്ടെന്ന്. രാജസ്ഥാനിലാണ് ഒരു ട്യൂഷൻ സെന്ററിൽ നിന്നും ഇതേപോലത്തെ ഒരു ബുക്ക്ലെറ്റ് 410 ക്വസ്റ്റ്യനുകൾ അടങ്ങുന്ന ഒരു ബുക്ക്ലെറ്റ് ഇങ്ങനെ കൈമാറി കുട്ടികളിൽ നിന്നും കൈമാറി പോവുകയും ഇതിന്റെ ബാക്കിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് കേരളത്തിലെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി തയ്യാറാക്കിയ ഒരു ബുക്ക്ലെറ്റ് ആയിരുന്നു, ഒരു ഗസ്റ്റ് പേപ്പർ ആയിരുന്നു. 410 ചോദ്യങ്ങളടങ്ങിയ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിൽ 100ഓളം ക്വസ്റ്റ്യൻസ് ഏകദേശം നീറ്റ് ചോദ്യപേപ്പർ ചർച്ചയിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. BAMS വിദ്യാർത്ഥിയാണ് പിടിയിലായിരിക്കുന്നത്. സിയാണ് വിവരങ്ങൾ നൽകിയത്.